തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്യാമ്പസുകളിലെ ചർച്ചകൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? കന്നി വോട്ടർമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നും കേൾക്കാം. കോഴിക്കോട് കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പോയി. കോഴിക്കോട് കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. നമുക്ക് ഇവിടുത്തെ പിള്ളേരുടെ തെരഞ്ഞെടുപ്പ് വൈബ് കൂടി ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ? ഞങ്ങളിവിടെ എത്തുന്നത് നല്ല ഉച്ച സമയത്താണ്. നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അതിനിടയിലല്ല ചൂടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളും ആകാം. ഇവരിൽ പലരും കന്നി വോട്ടേഴ്സ് ആണെന്നുള്ളതാണ് പ്രത്യേകത. കന്നി വോട്ടാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടോ? കന്നി വോട്ടാണ്. അപ്പൊ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് എങ്ങനെ കാണുന്നു? അങ്ങനെ പ്രത്യേകിച്ച് നല്ല വോട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്, നല്ല ആൾക്കാർ വരണം എന്നുള്ള. കന്നി-വോട്ടാണോ? കന്നി-വോട്ടാണ്. എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക? നമ്മൾ രാഷ്ട്രീയം നോക്കിയാണോ അല്ലെങ്കിൽ വികസനം നോക്കിയാണോ? ഉറപ്പായിട്ട് രാഷ്ട്രീയം വികസനം നോക്കിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും? ഞാൻ ജനപ്രതിനിധിയായാലും ഈ സൗജന്യ ചികിത്സ, അതുപോലെ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരുന്ന ലൈഫ് മിഷൻ പദ്ധതി പോലെ ഇപ്പോൾ അതിദാരിദ്ര്യം എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് മാറ്റുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ കോളേജിലെ ചെയർമാനാണ്. അപ്പോൾ ചെയർമാൻ എങ്ങനെയാ, നല്ലൊരു ജനപ്രതിനിധിയാണോ? അടിപൊളി അടിപൊളി. അപ്പോൾ നിങ്ങൾ ജനപ്രതിനിധിയായ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്? മറ്റേ എന്താ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണതാണ്. എല്ലാവർക്കും സൗഹൃദമായിട്ട് ചികിത്സ കൊടുക്കുക, പിന്നെ എല്ലാവർക്കും സേവന സഹായങ്ങൾ നൽകുക, അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാണ്. ആദ്യത്തെ വോട്ടാണ്. ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ ആദ്യത്തെ വോട്ടിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ആദ്യമായി ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എന്ത് നോക്കിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക? നല്ല പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യും. രാഷ്ട്രീയം ഒരു ഘടകമായിരിക്കും. രാഷ്ട്രീയം ഒരു ഘടകമായിരിക്കും. രാഷ്ട്രീയം നോക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്ന നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വോട്ട്? വോട്ട് ചെയ്യണോ? അതന്നെ, നല്ല ആൾക്കാർക്ക് വോട്ട് ചെയ്യണം. രണ്ടുപേരും ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്? അല്ല, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ളതാ. ഇപ്പോഴത്തെ തലമുറക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ബോധമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാം, അപ്പം നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ ആര് ഭരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്, നമ്മളെ അവകാശമാണ്. അപ്പോൾ വോട്ട് ചെയ്യണത് അത് എന്തായാലും വോട്ട് ചെയ്യണം, അങ്ങനെ പറയുന്ന ഒരു പുച്ഛം മാത്രം. നമ്മളിപ്പോൾ ഒരു മന്ത്രിയോ MLA ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എല്ലാവരും ഒരുപോലെ ഇത് ചെയ്യും, കെയർ ചെയ്യും. പിന്നെ കുറച്ചുകൂടി പിന്നോക്കം നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. കോളേജുകളിലും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ പൊടി പൊടിക്കുകയാണ്. സ്വന്തമായ അഭിപ്രായങ്ങളും വ്യക്തമായ രാഷ്ട്രീയങ്ങളും ഒക്കെയായി ഇവരും ഇത്തവണ പോളിംഗ് ബൂത്തുകളിലുണ്ടാകും. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.